ഭയങ്കര ഹാപ്പിയാണ്. ഇന്റർവ്യൂ ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരനായിട്ടൊരു വ്യക്തിയുടെ കൂടിയാണെന്ന് ഞാൻ ഇരിക്കുന്നത്. നമുക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം ബൈജേട്ടൻ. പിള്ളേരൊക്കെ പറയത്തില്ല ഞാൻ കാരണമൊന്നുമല്ല അവൾ ഈ കസേര ഇരിക്കുന്നത്. അവൾ ഓൾറെഡി കസേരയിൽ ഉണ്ടായിരുന്നു. ഞാൻ കാരണം അവള് കുറച്ച് പോപ്പുലർ ആയിരുന്നു. അപ്പൊ ഈ ഒരു ലുക്ക് നിങ്ങൾക്ക് എവിടെയും കണ്ടു പരിചയമുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. ഏതാണെന്നറിയോ? നമ്മുടെ ഈ തങ്കി ലൈഫില്ലേ, അതിലൊരു തൊപ്പി ഒരു മാലയൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് ബൈജു ചേട്ടന്. താടിയില്ല നമ്മുടെ തഗ്ഗില്ലേ, അത് പറയുമ്പോ അലക്കോളില്ലേ ഇപ്പോഴാ കൊലവാസായത്. ഇവള് ഈ സിനിമയെ കുറിച്ച് ഒരു അക്ഷരം ചോദിക്കും. ഒരക്ഷരം ഇവിടെ ചോദിക്കുമ്പോൾ നിങ്ങൾ ആരും പ്രതീക്ഷിക്കുന്നു. വല്ലാത്തൊരു പേരും വ്യസന സമയത്തിന് ഇനി പേരൊക്കെ മാറ്റിയിടാൻ പറ്റും. ഇതിനൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള പേര്. ഓക്കെ, ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ സിനിമയെ പറ്റി ചോദിക്കണം പറഞ്ഞോട് ചോദിക്കാണ്. സിനിമയെ പറ്റി ചോദിക്കുകയല്ലേ നീ വന്നു? ആണെന്ന് അസിസ്ക അങ്ങനെ ഇത് കേൾക്കണം. ഞാൻ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത് ഈ മനുഷ്യൻ സമ്മതിക്കുന്നില്ല ചോദിക്കാൻ. അപ്പൊ കിടന്ന് എല്ലാരും കൂടി അങ്ങനെ പറയരുത്. അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന പ്രത്യേകതയുണ്ട്. ഞാൻ എടുത്ത ഒരു പ്രൊമോഷനിലെ സിനിമ ഇന്ന് വരെ ജയിച്ചിട്ടില്ല. എന്താ പറഞ്ഞേ? ഞാൻ എടുത്ത ഒരു പ്രൊമോഷനിലെ സിനിമ ഇന്ന് വരെ ജയിച്ചിട്ടില്ല. खत्म, बाय बाय, टाटा, गुड बाय, गया. സത്യമായിട്ടൊന്നും വരെ ജയിച്ചിട്ടില്ല. ഷാജി ഏട്ടാ, ഇവിടെ എത്ര സിനിമയ്ക്ക് പ്രൊമോഷൻ ചെയ്തു? നമ്മളതൊക്കെ പൊട്ടിയില്ലേ? നമ്മൾ അന്ന് ചെയ്തൊക്കെ അമ്പം പൊട്ടി. ടോമിക്ക് സത്യോ ഈ ലോകത്ത് ഞാൻ ഏറ്റവും ആദ്യം ചോദിക്കും അശ്വതി എവിടുത്തുകാരിയാണ്, അശ്വതി എവിടെയാണ് താമസിക്കുന്നത്, അശ്വതി എങ്ങനെയാണ് ഈ പടത്തിന്റെ ഭാഷ, ഈ കഥാപാത്രത്തിന്റെ ഭാഷ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്, അതൊക്കെ ചോദിക്കാതെ നീ പറഞ്ഞു കൊടുക്കണേ. ഒരു കാര്യം ഇവിടെ ഞാൻ അവിടെ ഇരിക്കും. നീ ഇവിടെ എനിക്ക് നിന്നോട് എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ. ദൈവം കാക്കട്ടെ എന്നെ. താങ്ക്സ് മോനെ ദിനേശ, താങ്ക്സ് അടിച്ചു പൊളിക്കടാ.